സാക്ഷരതയുടെ പേരിൽ ഡിജിറ്റൽ എന്ന് കൂട്ടിച്ചേർത്ത് രാജ്യത്ത് തന്നെ ആദ്യമായി സമ്പൂർണ്ണ ഡിജിറ്റൽ സാക്ഷരത നേടിയെടുത്ത പഞ്ചായത്ത് പുല്ലമ്പാറ. 2022 സെപ്റ്റംബർ 21 മുഖ്യമന്ത്രി പിണറായി വിജയന്റെ പൂർത്തീകരണ പ്രഖ്യാപനം. ബാങ്കിംഗ് ഉൾപ്പെടെ മിക്ക സേവനങ്ങളും ഓൺലൈനാകുന്ന കാലത്ത് ഗൂഗിൾ പേയിൽ ശരവേഗത്തിൽ വിനിമയം നടത്താനും വാട്സപ്പിലൂടെ സുഖവിവരങ്ങൾ അന്വേഷിക്കാനും ഇവിടുത്തുകാർക്കിപ്പോൾ പരസഹായം ആവശ്യമില്ല, പ്രത്യേകിച്ച് മധ്യവയസ്കർക്ക്. പുല്ലമ്പാറയിലെ വിദ്യാസമ്പന്നരും യുവതീയുവാക്കന്മാരും മാത്രമല്ല, സരസുവിനെ പോലെ വാർദ്ധക്യത്തിലും അറിവിജ്ഞാനിക്കാൻ ആഗ്രഹിക്കുന്നവരും ഇന്നിവിടെ ഡിജിറ്റലി സാക്ഷരരാണ്. ഡിജി പുല്ലമ്പാറ എന്നത് നമ്മുടെ ഗ്രാമപഞ്ചായത്തിലെ 15 വയസ്സ് മുതൽ 65 വയസ്സ് വരെയുള്ള എല്ലാവർക്കും ഡിജിറ്റൽ സാക്ഷരത കൊടുക്കുക, അതവർ കൈവരിക്കുക എന്നുള്ളതാണ് ഈ പ്രോജക്റ്റ് ലക്ഷ്യമായി ഞങ്ങൾ കൊണ്ടുവന്നത്. സരസു സി ചുള്ളാളം പുല്ലമ്പാറയുടെ ഫോക്ലോർ കലാകാരി. പ്രായം കണക്കിലെടുത്ത് മടിച്ചു നിന്ന കൂട്ടത്തിൽ ഒരുവൾ. പ്രായമല്ല, പഠിക്കാനുള്ള ജിജ്ഞാസയാണ് ലക്ഷ്യപ്രാപ്തിക്ക് ആധാരമെന്ന് ഇന്ന് സരസു അടക്കമുള്ള പുല്ലമ്പാറക്കാർ തെളിയിച്ചു കഴിഞ്ഞു. പുല്ലമ്പാറക്കാർക്ക് പുത്തൻ സാങ്കേതിക വിദ്യയുടെ നീർച്ചുഴിയിലകപ്പെട്ട വീർപ്പുമുട്ടേണ്ടതില്ല. അടിസ്ഥാന വിദ്യകൾ അവർ ആർജിച്ചു കഴിഞ്ഞു. രാജ്യമൊട്ടാകെ ചർച്ച ചെയ്ത ഡിജി പുല്ലമ്പാറയുടെ അംബാസിഡർ ഇന്ന് ഫേസ്ബുക്കിൽ തന്റെ പാട്ടുകൾ പാടി അപ്ലോഡ് ചെയ്യുന്നതിലും മറ്റു വീഡിയോകൾ കണ്ട് രസിക്കുന്നതിലും തിരക്കിലാണ്. പേര് സരസു, വയസ്സ് 68. ദാരിദ്ര്യത്തിന്റെ കടിഞ്ഞാണിൽ വിദ്യാഭ്യാസം നേടിയെടുക്കാൻ സാധിക്കാത്തതിന്റെ മനോവിഷമം ഡിജിറ്റൽ സാക്ഷരത നേടിയതിലൂടെ സരസു മറികടന്നു. ഇന്ന് സരസു എന്ന കലാകാരിയുടെ പാട്ടുകൾ കേവലം ഫേസ്ബുക്കിൽ മാത്രമല്ല, സംസ്ഥാനം കൊണ്ടാടിയ കേരളീയം പരിപാടിയിൽ മന്ത്രിമാർക്കിടയിൽ അതിഥിയായി അവതരിപ്പിക്കാനും അവസരം ലഭിച്ചു. എനിക്ക് പുരസ്കാരം എന്ന് പറയുന്നത് ഫോണ് കിട്ടി, എനിക്കൊരു പൊന്നാട നേടിയെടുത്തതും സ്വപ്നതുല്യമായ അംഗീകാരം. ഈ പ്രോജക്റ്റ് തുടങ്ങാനുള്ള കാര്യം എന്ന് പറയുന്നത്, ഇപ്പോൾ മഹാത്മാഗാന്ധി ദേശീയ തൊഴിലുറപ്പ് പദ്ധതി, അതിലിപ്പോൾ ഡിജിറ്റൽ ആവശ്യങ്ങൾ അല്ലെങ്കിൽ ഡിജിറ്റൽ വഴിയാണ് അവർ ഒപ്പിടുന്നത്. അതുപോലെ തന്നെ ബാങ്കുകളിൽ നിരന്തരം ക്യൂ നിൽക്കുന്ന ആൾക്കാരുണ്ട്. മാത്രവുമല്ല, ഈ സമൂഹത്തിൽ ഡിജിറ്റൽ സാക്ഷരത ഇല്ലാത്തവരെ പരിശോധിക്കുമ്പോൾ അവർക്ക് അവസരങ്ങൾ ലഭിക്കാത്തതുകൊണ്ടാണ് അത് കൈവരിക്കാൻ കഴിയാത്തത് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. വിശ്രമവേളകളിലെ കുശലാന്വേഷണങ്ങളെല്ലാം വീഡിയോ കോളിലൂടെയാണിപ്പോൾ. എല്ലാവരും ഒത്തുചേരുമ്പോഴേക്കും ഫോണിലെ അടിസ്ഥാന കാര്യങ്ങൾ പഠിപ്പിക്കാൻ താരചേച്ചി രംഗത്ത് വരും. ശേഷം സെൽഫി എടുപ്പിൻ്റെയും പുതിയ അറിവുകൾ നേടിയെടുത്തതിൻ്റെയും ആഹ്ലാദമാണ്. സ്വന്തമായി ഫോണില്ലാത്തവരെ കൂടെ കൂട്ടുകയും അവർക്ക് അറിവുകൾ പകർന്നു നൽകുകയും ചെയ്യും. ദൂരസ്ഥലങ്ങളിൽ താമസിക്കുന്ന മക്കളെയെല്ലാം വീഡിയോ കോളിലൂടെ കാണുമ്പോൾ അതിന് സാധിച്ചതിൻ്റെ സന്തോഷവും ആഹ്ലാദവുമാണ് ആ അമ്മമാർക്ക്. എല്ലാ സന്തോഷ നിമിഷങ്ങളും പകർത്താനും അവ പങ്കുവെക്കാനും ഇപ്പോൾ ഇവരാരും മറക്കാറില്ല. സ്മാർട്ട് ഫോൺ വന്നതുകൊണ്ട് ഒരുപാട് ഉപയോഗങ്ങളുണ്ടായിട്ടുണ്ട്. ആദ്യം ഇതിനെക്കുറിച്ച് എനിക്കൊന്നും അറിയില്ലായിരുന്നു. ഞങ്ങളുടെ പഞ്ചായത്താണ് ആദ്യമായിട്ട് ഈ ചലഞ്ച് ഏറ്റെടുത്തത്. ഡിജിറ്റൽ സാക്ഷരത നടത്താമെന്ന് തീരുമാനിച്ചു. അതിന് പഞ്ചായത്തിലെ ഓരോ വാർഡിൽ നിന്നും കുറച്ച് പ്രതിനിധികളെ എടുത്തു, മറ്റു കോളേജിൽ നിന്നും കൂടെ കുറച്ച് പിള്ളേരെ എടുത്തിട്ട് ഒന്നും ഫോണിനെക്കുറിച്ച് അറിഞ്ഞുകൂടാത്ത വ്യക്തികൾക്ക് അവരുടെ ഫുൾ പ്രയത്നം ഇതിന് വേണ്ടിയിട്ട് എടുത്തിട്ട് അവർ വലിയൊരു സാക്ഷരത പോലെ വലിയൊരു എഫർട്ട് എടുത്താണ് ഈ ഒരു പ്രോസസ്സ് വിജയിപ്പിച്ചത്. Rashtrapati ji is also wanted me to take up this program nationally. So we started and we took all of you, and I am assisted by NSS volunteers of the colleges. This Trivandrum Engineering College, they volunteered and they have done part of it. Then some political interference, etc. It was getting delayed. Then these other things, it was delayed. Now I wanted them to restart these activities, and I want to achieve 100% enabling digital payment to all its Adivasis by 26th January 2000.
24 when we celebrate the India's Republic. There only I developed this. I want to do something to educate the masses of Adivasis. ഇന്റർനെറ്റിന്റെ അനന്തമായ വ്യാപ്തി പോലെയായിരുന്നില്ല കോട്ടൂരിലെ ആദിവാസി ജനതയ്ക്ക് തങ്ങളുടെ ലോകം. കാടിനുള്ളിലെ നെറ്റ്വർക്ക് കവറേജ് പോലും കൃത്യമായി അറിയാത്ത അവർക്ക് കാടിന്റെ തുടിപ്പും താളവുമാണ് ജീവിതം. ജീവിതത്തിന്റെ താളുകളിൽ ആഗ്രഹങ്ങൾ വെട്ടിച്ചുരുക്കുന്ന അവർക്ക് സ്മാർട്ട് ഫോണുകൾ തന്നെ അപരിചിതമായിരുന്നു. അതുകൊണ്ട് തന്നെ പുറം ലോകത്തിന്റെ കുതിപ്പുകളെ തൊട്ടറിയാൻ അവർക്ക് സാധിച്ചിരുന്നില്ല. ഇന്ത്യൻ രാഷ്ട്രപതി ശ്രീ ദ്രൗപദി മുർമുവിന്റെ നേതൃത്വത്തിൽ ഇന്ത്യ ഒട്ടാകെ സംഘടിപ്പിക്കുന്ന ഒരു പ്രോഗ്രാമാണ് ആദിവാസി ഡിജിറ്റൽ ലിറ്ററസി പ്രോഗ്രാം. ഇത് ആദിവാസി മേഖലകളിലെ ആളുകൾക്ക് ടെക്നോളജിയുമായി ബന്ധപ്പെട്ട്, അതായത് ഡിജിറ്റൽ മേഖലകളിൽ അവരുടെ കഴിവ് വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ട് നടത്തുന്ന ഒരു പ്രോഗ്രാമാണിത്. ഇപ്പം നമ്മൾ പല മേഖലകളിലും ആദിവാസി മേഖലകളിൽ ഇത് സംഘടിപ്പിക്കുമ്പോൾ അവിടെ പലതരത്തിലുള്ള പോരായ്മകളാണ് നമ്മളിവിടെ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഒന്ന്, സ്മാർട്ട് ഫോണിന്റെ അപര്യാപ്തത, അതുപോലെ തന്നെ റേഞ്ച് ഇല്ലായ്മ, അതുപോലെ പല പ്രശ്നങ്ങളാണ് നമ്മൾ നേരിടുന്നത്. ഫോൺ ഉപയോഗിക്കാൻ അറിഞ്ഞൂടാ. പിന്നെ ഫോൺ ഇല്ലെങ്കിൽ മനസ്സിലായ മോക്കുണ്ട്, അവക്ക് ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഉണ്ട്. പ്രധാനമായും അവരുടെ അറിവില്ലായ്മ മൂലം നമ്മൾ ഓരോ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാൻ അവിടെ ചെല്ലുമ്പോൾ അവർക്ക് ഒരു സംഘാടന അല്ലെങ്കിൽ ഒരു പങ്കാളിത്തം നമുക്ക് അവരിൽ നിന്ന് ലഭിക്കുന്നില്ല, അല്ലെങ്കിൽ നമ്മളെ അവർ സ്വീകരിക്കുന്നില്ല എന്നതാണ് നമുക്ക് ഇതിലെ പ്രധാനപ്പെട്ട പ്രശ്നം. നമ്മൾ ആക്ച്വലി നമുക്ക് ലീവുള്ള ദിവസങ്ങളിൽ മാത്രം ഇവിടെ വരാൻ വേണ്ടിയിട്ട് കുറെ ദൂരത്തുനിന്നാണ് വരിക. പക്ഷെ നമ്മൾ അവരെ ഇതിലേക്ക് ആക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും പക്ഷെ അവർക്കൊരു ഇങ്ങോട്ടൊരു നമ്മളോടൊരു താല്പര്യം കാണിക്കുന്നില്ല. ഒരു വീട്ടിൽ ഒരു ഫോൺ വെച്ചുണ്ട്, ബട്ട് സ്റ്റിൽ ആൾക്കാർക്ക് ഇത് എന്താണെന്ന് അറിഞ്ഞുകൂടാ. അതാണ് കാരണം. എന്താണെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ കുറച്ചും കൂടി ഇതിനെക്കുറിച്ച് അറിവ് കൊടുത്തു കഴിയുമ്പോഴേ അവർക്ക് ഇതിലേക്ക് ഒരു ഇൻട്രസ്റ്റ് വരും. ഇതിനെപ്പറ്റി ഇതിന്റെ യൂസ് എന്താണെന്ന് അറിഞ്ഞുകൂടാ. അപ്പൊ അതൊക്കെ നമ്മൾ മാക്സിമം നമ്മൾ പറഞ്ഞു കൊടുക്കാൻ ശ്രമിക്കുന്നുണ്ട്. നമ്മൾ ഇതിലേക്ക് വരുന്നത് NSSന്റെ ഭാഗമായിട്ടാണ്. PN പണിക്കർ ഫൗണ്ടേഷൻ അവർ നമ്മുടെ കോളേജിന് എടുത്തു. NSSന്റെ വോളണ്ടിയേഴ്സ് അപ്പൊ ഇതിലേക്ക് താല്പര്യമുള്ള വരാൻ പറഞ്ഞു. അപ്പൊ അങ്ങനെയാണ് നമ്മൾ ഇതിലേക്ക് വരുന്നത്. ആദ്യം വരുമ്പോൾ നമ്മൾ എന്താ ഒന്നും ഒരു പ്രതീക്ഷയില്ല എന്നാണ് വന്നത്. ബട്ട് സ്റ്റിൽ വന്നു കഴിഞ്ഞപ്പോഴാണ് ഫസ്റ്റ് ഡേ ഒരു മീറ്റിംഗ് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പം ആൾക്കാരെല്ലാം കൂടി അപ്പൊ നമ്മൾ ഇതിനെപ്പറ്റി പറഞ്ഞു കൊടുത്തു. അപ്പൊ അവർക്ക് പഠിക്കാൻ ആഗ്രഹമുണ്ട്, വരാൻ താല്പര്യമുണ്ട് എന്നൊക്കെ പറഞ്ഞു. ബട്ട് നെക്സ്റ്റ് ഡേ വന്നപ്പോൾ ആരും ഇല്ല. അപ്പൊ നമ്മൾ എന്താ വെച്ചാൽ വീടുകളിലൊക്കെ പോയി അവരോട് വരാൻ താല്പര്യം ഉണ്ടോ എന്ന് ചോദിച്ചു. ബട്ട് സ്റ്റിൽ പിറ്റേ ദിവസം വരുമ്പോൾ ആരും മീറ്റിങ്ങിനൊന്നും വരുന്നില്ല. അവർക്ക് അവരുടേതായ ജോലിയുണ്ട്, വരാൻ പറ്റില്ല, പിന്നെ ഫോണില്ല, ഇങ്ങനത്തെ റീസൺ പറഞ്ഞാൽ ആരും മുടക്കമൊക്കെയാണ്. അതിവേഗം കുതിക്കുന്ന സാങ്കേതിക വിദ്യയിലെ കണ്ണികളായി മാറിയിരിക്കുകയാണ് ഇന്ന് പുല്ലമ്പാറക്കാരും. ചരിത്രപ്രധാനമായ നേട്ടം കൈവരിച്ച പുല്ലമ്പാറക്കാർ ഒരു വശത്ത് തല ഉയർത്തി നിൽക്കുമ്പോൾ മറുവശത്ത് പൂജ്യത്തിൽ നിന്നും ഒന്നിലേക്ക് ഉയരാൻ അഹോരാത്രം പരിശ്രമിക്കേണ്ടിയിരിക്കുന്നു കോട്ടൂർ നിവാസികൾക്ക്. കാട്ടുപാതകളിൽ നിന്നും നാട്ടുപാതകളിലേക്ക് നടന്നു നീങ്ങാൻ കോട്ടൂരിലെ ആദിവാസി ജനതയ്ക്ക് കേവലം അക്കങ്ങളുടെയും അക്ഷരങ്ങളുടെയും ഫലം മാത്രം പോരാ. കാടിന്റെ തുടിപ്പിനുള്ളിൽ നിന്നും നാടിന്റെ കുതിപ്പിലേക്ക് ഇവരും നടന്നകലട്ടെ. ഈ ഡിജിറ്റൽ യുഗത്ത് സാക്ഷരതയുടെ പേര് പോലും ഡിജിറ്റൽ എന്നായി മാറിയിരിക്കുന്നു ഇവർക്കും.